ഡിവൈഎഫ്ഐ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയെ കുറിച്ച് നമുക്ക് കനത്ത സഹതാപം തോന്നുന്ന ഒരു കുറിപ്പാണ്. ആരാണ് ശരിക്കും ഈ മാധ്യമപ്രവർത്തനെ തീവ്രവാദം എന്ന് വിളിച്ചത് ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ വേറെ ഏതെങ്കിലും സംഘടനയാണെന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഡിവൈഎഫ്ഐ പുറത്തിറക്കിയിരിക്കുന്നത്. പിണറായി വിജയനും അറിയാം, വെള്ളാപ്പള്ളി നടേശനും അറിയാം എന്ത് ഈ പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ഗോവിന്ദമാഷിനെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ എന്താണ് 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്നു, മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ലാതെ വിമ്മിഷ്ടപ്പെടുകയാണല്ലോ ഇവർ, എന്താണ് നിങ്ങൾ അവരുടെ ഇഷ്യൂ സെറ്റിൽ ചെയ്യാത്തത്? അങ്ങനെ സെറ്റിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്ന മുഴുവൻ വ്യാജമാണ് എന്ന്. അപ്പോൾ അത് വ്യാജമാണ് വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വൃത്തികേടാണ് പറയുന്നത്, നിങ്ങൾ വിഭജനവാദമാണ് പറയുന്നത് എന്ന് പറയാൻ ഇവർ തയ്യാറല്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം മലപ്പുറത്ത് SNDP യൂണിയനോ ഈഴവ സമുദായത്തിനോ പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ആപ്ലിക്കേഷനുള്ളതായിട്ട് എനിക്കറിയില്ലെന്ന്. ഇന്നിപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് കോളേജ് അനുവദിക്കേണ്ട ഒരു സാഹചര്യവും എവിടെയും ഉള്ളതായിട്ട് 10 വർഷമായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നുണയാണെന്നും ആ നുണയ്ക്ക് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ടെന്നും ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ നുണ പറയാൻ അദ്ദേഹത്തെ അനുവദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തെറ്റായ കാര്യങ്ങളുണ്ട്, ശരിയായ കാര്യങ്ങളുണ്ട്. തെറ്റായ കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, ശരിയായ കാര്യങ്ങളെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ടി വരും. ഏത് ശരിയാണ് പറയുന്നത് അദ്ദേഹം? കഴിഞ്ഞൊരു 3-4 മാസത്തേക്ക് സിഗേഷ് എന്തെങ്കിലും കേട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു ശരി? അദ്ദേഹം ഒരു ശരിയും പറയുന്നില്ല. നുണ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ, വ്യാജങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നതിൽ നല്ലത് നമ്മൾ എടുക്കണം. ഏതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ CPMനെ സംബന്ധിച്ച് അത് ഓരോ ദിവസവും എന്താണ് അത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാധ്യമപ്രവർത്തനെ അധിക്ഷേപിച്ച കാര്യത്തിൽ CPMന് ഒരു ആഴ്ച സമയം എടുത്തു വെള്ളാപ്പള്ളിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഡിവൈഎഫ്ഐ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയെ കുറിച്ച് നമുക്ക് കനത്ത സഹതാപം തോന്നുന്ന ഒരു കുറിപ്പാണ്. അതായത് മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണ് എന്നാണ് ആദ്യത്തെ വാചകം. ആര് വിളിച്ചാണ്? അങ്ങനെ താഴേക്ക് വന്നിട്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം വെള്ളാപ്പള്ളി തിരുത്തണം. അപ്പോൾ ഇതാരാണ് തിരുത്തേണ്ടത്? ആരാണ് ശരിക്കും ഈ മാധ്യമപ്രവർത്തനെ തീവ്രവാദം എന്ന് വിളിച്ചത് ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ വേറെ ഏതെങ്കിലും സംഘടനയാണെന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഡിവൈഎഫ്ഐ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാതെയും ചേർത്ത് പിടിച്ചും അദ്ദേഹം പറയുന്ന വർഗീയതയാണെന്ന് മനസ്സിലാക്കിയും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പൊളിറ്റിക്സ് അവരെടുത്തിരിക്കുകയാണ്. അതുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവരത് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു. വെള്ളാപ്പള്ളി എന്ന് പറയുന്നു തീവ്രവാദി എന്ന് വിളിച്ച് തീവ്രമായി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മാധ്യമപ്രവർത്തനം, അല്ലാതെ വേറെ ഉദ്ദേശത്തിലല്ല എന്ന്. കാരണം അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ടേൺ എടുത്തത്. അതർവൈസ് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കളത്തിലിറങ്ങി നിന്ന് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം പിടിച്ച കളിയാണ്. നമുക്കിപ്പോൾ അതിനകത്ത് ചോദ്യം ചോദിക്കാനും വസ്തുത പറയാനും അല്ലേ പറ്റുള്ളൂ. അവരതിന് തീരുമാനിച്ചിരിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യാൻ നോക്കും?